ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കുകയാണ്. പാനിലാണ് നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ബൗളിൽ നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇടാം. ഇനി ഇതിനകത്ത് നമ്മൾ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതിൽ ബേക്കിംഗ് പൗഡർ മസ്റ്റാണ് കേട്ടോ, ഒഴിവാക്കാൻ പറ്റത്തില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡറും സോഡയൊക്കെ നല്ലോണം മാവിലൊന്ന് മിക്സ് ആവണം. ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഈ മൈദ കൊണ്ടുള്ള കേക്കാണെങ്കിൽ ഇങ്ങനെ അരിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അത് സോഫ്റ്റായിട്ട് കിട്ടും. പക്ഷേ ഇതിപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നല്ലതായിട്ട് ഒരു തവണ 1-2 തവണ ഒന്ന് അരിച്ചെടുത്തു കഴിഞ്ഞാൽ ആ മാവിൽ നല്ലതായിട്ട് ഒന്ന് എയർ വരും. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ മാവ് ഇതുപോലെ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇളക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി ജാറിൽ 1/2 കപ്പ് പഞ്ചസാര ഇടാം. ഇതിനകത്തോട്ട് ഒരു 4-5 ഏലക്ക ഇടാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാരയും ഏലക്കയും കൂടി ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ ബൗളിൽ 2 മുട്ട ചേർക്കാം. ഇനി നിങ്ങൾക്ക് ഈ കേക്ക് മുട്ട ഇല്ലാതെ ഉണ്ടാക്കാം. ഈ 2 മുട്ടയ്ക്ക് പകരം 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് എടുത്താൽ മതി. നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഇടാം. ഈ മുട്ടയും പഞ്ചസാരയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം, ഒരു 1/2 മിനിറ്റ് ഇത് രണ്ടും കൂടി നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം കേട്ടോ. ഇത്രയും മതി. ഇതുപോലെ നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. ആ മുട്ടയുടെ കളറ് നല്ല മഞ്ഞ കളറ് മാറിയിട്ട് കുറച്ചൊരു ക്രീം കളർ പോലെ ആയിട്ടില്ലേ, ഇങ്ങനെ ആവണം. ഇനി ഇതിനകത്ത് 1/2 കപ്പ് ഉരുക്കിയ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം 1/2 കപ്പ് എണ്ണ വേണമെങ്കിലും എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരൊഴിക്കാം. 1 നാരങ്ങയുടെ തൊലി ചുരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനൊക്കെ പകരം ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയതും 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും ചേർത്താലും നല്ലതായിരിക്കും കേട്ടോ, നാരങ്ങയ്ക്ക് പകരം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗോതമ്പ് പൊടി കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഇളക്കരുത് കേട്ടോ, കുറച്ച് തന്നെ ചേർക്കണം. കാരണം ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഒരുപാട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് പൊടി ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് ഫ്ലേവറിനായിട്ട് ഏലക്കയാണല്ലോ ചേർത്തത്, അതിന് പകരം നിങ്ങൾക്ക് വാനില എസൻസ് വേണേലും ഒഴിക്കാം. അപ്പോൾ ഇത് കേക്കിനുള്ള മാവ് റെഡിയായി. അപ്പോൾ ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് പാനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ഗോതമ്പ് പൊടി വെച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറച്ച് വലിപ്പമുള്ള പാൻ എടുക്കാൻ നോക്കുക. അതായത് കേക്കിന് കട്ടി കൂടി പോകരുത്, കനം കുറഞ്ഞ കേക്കാണ് എപ്പോഴും നല്ലത്. ഇതിനകത്ത് കുറച്ച് ബട്ടർ ഒഴിക്കാം. ബട്ടറോ എണ്ണയോ ഏതായാലും മതി. നല്ലോണം സൈഡിലും താഴെയൊക്കെ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇടാം. എന്നിട്ട് ഇങ്ങനെ തട്ടി പാനിൻ്റെ സൈഡിലും താഴെയും ഫുള്ള് ഈ ഗോതമ്പ് പൊടി അങ്ങ് സ്പ്രെഡ് ചെയ്യണം. താഴെ നമ്മൾ ബട്ടർ തേച്ചിരിക്കുന്നതുകൊണ്ട് പൊടി അതിനകത്ത് പിടിച്ചിരിക്കും. അല്ല ഇതുപോലെ ബാക്കി വരുന്ന പൊടി അങ്ങ് കളയാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടിയുള്ള മാവായിരിക്കും കേട്ടോ, ഇത് കുഴപ്പമില്ല. നല്ലോണം അങ്ങ് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. ഈ 8 ഇഞ്ചിൻ്റെ കേക്ക് പാനിന് പകരം 7 ഇഞ്ച് ആയാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ചും കൂടി അതിലും ചെറുതാവരുത്. 6 ഇഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കേക്കിന് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഉള്ളിലൊക്കെ, ഗോതമ്പായതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് മുന്നേ 2-3 പ്രാവശ്യം നല്ലതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം, എയർ ബബിൾസ് പോകാനായിട്ടാണ്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പാനിൽ ഇതുപോലൊരു സ്റ്റീൽ റിങ് വെച്ചിട്ടുണ്ട്. സ്റ്റീൽ റിങ്ങോ പ്ലേറ്റോ ഏതായാലും മതി. ഇതിനകത്ത് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഈ പാൻ നല്ലതായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായി കിടക്കുന്ന പാനിലോട്ട് കേക്കിൻ്റെ ബാറ്റർ വെക്കാം. ഇത് നമുക്കിനി തീ കുറച്ചിട്ട്, അതായത് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യാം. ഒരു 20 മുതൽ 25 മിനിറ്റ് ഒക്കെ എടുക്കും. ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒക്കെ കൂടുതൽ എടുത്തെന്നിരിക്കും കേട്ടോ. ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ആയിട്ടില്ലെങ്കിൽ 5-10 മിനിറ്റ് കൂടുതൽ ബേക്ക് ചെയ്താൽ മതി. പിന്നെ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇത് നമുക്കിനി അടച്ചു വെച്ച് ബേക്ക് ചെയ്യാം. അപ്പോൾ ദേ കേക്ക് റെഡിയായി. ഒരു കത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഒന്നിങ്ങനെ കുത്തി നോക്കിക്കഴിഞ്ഞാൽ ദേ ക്ലീനായിട്ട് വരണം.
അപ്പോൾ ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു കത്തിയോ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇതിൻ്റെ സൈഡ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് പതുക്കെ ഇങ്ങനെ തിരിച്ചിടുമ്പോൾ കേക്ക് ഇളകി വരും. കണ്ടോ, ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്ന കേക്ക് പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കണ്ടോ, കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്, നമ്മൾ മൈദയൊക്കെ വെച്ചുണ്ടാക്കുന്ന കേക്ക് പോലെ തന്നെ സോഫ്റ്റാണ്. ഇതിനകത്ത് ഏലക്കയും നാരങ്ങാനീരും നാരങ്ങയുടെ തൊലിയും ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഏലക്കയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ 5 എണ്ണം ചേർത്തിട്ടുണ്ടായിരുന്നു. അതിന് പകരം ഒരു 3 എണ്ണമൊക്കെ ചേർത്താലും മതി. ആ ഫ്ലേവർ എത്ര ഇഷ്ടമാണോ അതുപോലെ ചേർക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.